ഇന്ത്യ കണ്ട ഏറ്റവും ഇൻഫ്ലുവൻഷ്യലും സക്സസ്ഫുള്ളുമായിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ. ഇത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. സി അച്യുതമേനോനെ നിയമസഭയിലേക്ക് 2 തവണ തിരഞ്ഞെടുത്തത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ജനങ്ങളാണ്. രണ്ടാമത്തെ പ്രാവശ്യം ദുർബലമായ ഭൂരിപക്ഷമാണെങ്കിലും 2 തവണ നിർണായകമായ തെരഞ്ഞെടുപ്പുകളിൽ ഇരിങ്ങാലക്കുടക്കാർ സി അച്യുതമേനോൻ, അദ്ദേഹം പൊതുവെ തൃശ്ശൂർ സ്വദേശി തന്നെയാണ്, പുതുക്കാട് സ്വദേശിയാണ്, അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയക്കുകയും കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുകയൊക്കെ ചെയ്തത് ഇരിങ്ങാലക്കുടക്കാരാണ്. എന്തിനാണ് ഈ ഇരിങ്ങാലക്കുടയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ, കേരളത്തിൽ വീണ്ടും 2026 തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയോടെ നടക്കുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് നാടും നഗരവും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ സ്പിരിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദുബായ് വാർത്ത പലപ്പോഴും നമ്മൾ പ്രവാസികൾക്ക് വോട്ടൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും വോട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെയും ചലനങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നാട്ടിൽ വിപുലമായ ഒരു നെറ്റ്വർക്ക്, പരിചയസമ്പന്നരായ ചില ഇൻസൈറ്റുകളൊക്കെ ഞങ്ങൾക്ക് തരുന്ന മാധ്യമപ്രവർത്തകർ, ചില സാമൂഹിക ചിന്തകർ, ഇവരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാ 140 മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ ഇത്ര വിശദമായി പറയാൻ പറ്റിയില്ലെങ്കിലും, നിലവിൽ മന്ത്രിമാർ മത്സരിക്കുന്ന, വിവാദമുണ്ടായേക്കാൻ സാധ്യതയുള്ള, എല്ലാവരും ശ്രദ്ധിക്കുന്നതും ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ളതുമൊക്കെ ആയിട്ടുള്ള ചില മണ്ഡലങ്ങളൊക്കെ ഞങ്ങളുടെ റഡാറിലുണ്ട്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ആണ് ഇപ്പോഴത്തെ MLA ആയിട്ട് ഇരിങ്ങാലക്കുട ഇരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പും ഇടതുപക്ഷ MLA തന്നെയായിരുന്നു. അതിന് തൊട്ടു മുമ്പ് 3 പ്രാവശ്യം തോമസ് ഉണ്ണിയാടൻ MLA ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ നൂറ്റാണ്ട് തുടങ്ങിയതിന് ശേഷമുള്ള 3 ആദ്യ അസംബ്ലി തെരഞ്ഞെടുപ്പിലും തോമസ് ഉണ്ണിയാടനാണ് ജയിച്ചത്. ഇപ്പോൾ നടന്ന അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ തോമസ് ഉണ്ണിയാടൻ തോൽക്കുകയും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്ത സാഹചര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മളെയൊക്കെ ഒരുപാട് നർമ്മം കൊണ്ട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ലോനപ്പൻ നമ്പാടൻ മാഷ് പലവട്ടം ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് പോയതും അദ്ദേഹത്തിൻ്റെ തമാശകൾക്ക്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഈ മണ്ഡലത്തിൻ്റെ വിവരങ്ങൾ ഞങ്ങളിതാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഇപ്പോൾ 2026 ആരായിരിക്കും അവിടെ മത്സരിക്കുക, ജയിക്കാൻ സാധ്യതയുള്ളത് ആരൊക്കെയായിരിക്കും എന്നിങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്തൊക്കെ പറയും? അതൊക്കെ അറിയാനൊരു കൗതുകമുണ്ട്. ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിലെഴുതി കാണിക്കുന്ന ഒരു ലോഗോ ഉണ്ടല്ലോ, ICL ഫിൻകോർപ്പ്, ഇരിങ്ങാലക്കുടയിൽ പിറന്ന് വിശ്വത്തോളം വളർന്ന എന്ന് പറയാവുന്ന തരത്തിലുള്ള ഇന്ത്യയിൽ തന്നെ 300-ലധികം ഔട്ട്ലെറ്റുകളുമായി ICL ഫിൻകോർപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഗൾഫിലും മറ്റ് പല മേഖലകളിലേക്കും അത് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ അമരക്കാരനായ CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ സ്വദേശം കൂടിയാണ് ഇരിങ്ങാലക്കുട. ആ ഒരു വൈകാരിക ഭാവം വെച്ചുകൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇരിങ്ങാലക്കുട ഞങ്ങളും എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ICL ഫിൻകോർപ്പിൻ്റെ ലോഗോയും ഇവിടെ വെച്ചിട്ട് നമ്മളോട് സഹകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതൊരു മാതൃകയായ പെരുമാറ്റമാണ്. നമുക്കിവിടെ നിന്നുകൊണ്ട് പലപ്പോഴും നാട്ടിൽ വോട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്കിലും നമ്മൾ മുഷ്ടി ചുരുട്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കാറുണ്ട്. ആര് ജയിച്ചു വന്നാലും സ്വീകരിക്കാറുണ്ട്. അവരൊക്കെ ഗൾഫ് കാണാൻ വരുമ്പോൾ നമ്മൾ ആദരപൂർവ്വം നോക്കിക്കാണാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതുപോലെ പല മണ്ഡലങ്ങളും നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമല്ലോ. നമ്മൾ ജനിച്ചു വളർന്ന മണ്ഡലം, നമ്മളെ വലുതാക്കിയ മണ്ഡലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ICL കാര്യത്തിലാണെങ്കിൽ 35 വർഷത്തിലധികമായി ഇരിങ്ങാലക്കുടയിൽ പിറന്ന് ഈ 3.5 പതിറ്റാണ്ട് കൊണ്ട് ഇങ്ങനെ വളർന്ന് വികസിച്ച് അവർക്ക് ആ വൈകാരിക ബന്ധം നാടിനോടുള്ളത് കൊണ്ടാണല്ലോ ഇരിങ്ങാലക്കുട മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ICL ഫിൻകോർപ്പ് വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നത്. അതുപോലെ ഇവിടെ കഴിയുന്ന ഓരോരുത്തർക്കും, സ്ഥാപനമാവട്ടെ, പ്രോഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, അതൊക്കെ ഉള്ള ആളുകൾക്ക് അവർ ജനിച്ചു വളർന്ന മണ്ഡലമോ അവർക്ക് താല്പര്യമുള്ള മണ്ഡലമോ അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഒരു നമ്പറുണ്ടല്ലോ, 009715064130. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കൂ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ലോഗോ ഉണ്ടോ, ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. വിശ്വത്തോളം അങ്ങനെ അറിയട്ടെ. നാടിൻ്റെ ചലനങ്ങൾ പേറിക്കൊണ്ട് നിങ്ങളുടെ പതാക പാറട്ടെ.